പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ പ്രതിമ മാത്രമേ സംസാരിക്കാതിരിക്കുകയുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി 10 കൊല്ലത്തെ മൗനവ്രതത്തിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം പരാജയപ്പെട്ടു. പ്രധാനമായും 3 ധാരകൾ കാണാൻ പറ്റും. ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു ധാര, ബി.ആർ. അംബേദ്കറിൻ്റെ ഒരു ധാര, ശ്യാമപ്രസാദ് മുഖർജി പ്രതിനിധാനം. ഇവർ 3 പേരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ ഈ 1951 അലഹബാദ് ഈസ്റ്റിലായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മത്സരിച്ചത്. ആ മത്സരത്തിന് ഇന്നത്തെ ജനാധിപത്യവും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പോലും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. വിഭജനത്തിന് ശേഷം നടന്ന ഹിന്ദു മുസ്ലിം വൈരം ശക്തമായിട്ട് നിലനിന്നിരുന്നൊരു സ്ഥലത്ത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ഇന്നത്തെയും റൊമാൻറ്റിക് നായകനായ പണ്ഡിറ്റ് നെഹ്റു അവിടെ മത്സരിക്കുമ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതിന് തൊട്ടു മുന്നിലുണ്ടായിരുന്ന ഭാരതീയ ജനസംഘത്തിൻ്റെയും പൂർവ്വ മാതൃകകളായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പ്രശ്നത്തിൻ്റെ ബീജം 1951 അലഹബാദ് ഈസ്റ്റിൽ പണ്ഡിറ്റ് നെഹ്റു മത്സരിച്ച മത്സരത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. ഇത്തവണയും അംബേദ്കർ ഒരു വലിയ ആശയധാരിയായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 51 കോൺഗ്രസ് അംബേദ്കറെ എതിർക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. വളരെ അപ്രസക്തനായിരുന്ന നാരായൺ ഷഡോബ കജ്രോൾക്കർ എന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അംബേദ്കറിനെതിരെ മത്സരിച്ചിരുന്നത്. അദ്ദേഹം 15,000 വോട്ടിന് ജയിക്കുകയാണ്. എസ് എ ഡാംഗെ ബോംബെ നോർത്ത് സെൻട്രലിൽ ഡോക്ടർ അംബേദ്കറിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ശക്തമായി പ്രചാരണം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇന്നുവരെ ഇന്ത്യയിലെ ദലിത് രാഷ്ട്രീയവും ഇന്ത്യയിലെ ദലിത്തുകളും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംശയത്തോടെ വീക്ഷിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ അംബേദ്കറിൻ്റെ 51 പരാജയമാണ്. അന്ന് അദ്ദേഹത്തിനോടൊപ്പം നിന്നിരുന്ന ഒരേ ഒരു ദേശീയ നേതാവും ദേശീയ പാർട്ടിയും അശോക് മേത്തയും അശോക് മേത്ത പ്രതിനിധാനം ചെയ്തിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിരുന്നു എന്നുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു മുഖ്യധാരയായിട്ട് ഒരു അന്തർധാര പോലെ ഈ ഹിന്ദുത്വയുടെ പ്രത്യയശാസ്ത്രം നിലനിന്നിരുന്നുവെങ്കിലും അതിന് മുഖ്യധാരയിലേക്ക് വരാൻ കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൽ ഹിന്ദുത്വ ശക്തികൾക്കുണ്ടായിരുന്ന കൈയാണ്. എങ്കിൽ പോലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു സത്യത്തിൽ കൽക്കട്ട സൗത്ത് ഈസ്റ്റിലേക്ക് 1951 നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്യാമപ്രസാദ് മുഖർജി വിജയിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആകെ അന്ന് 3 സീറ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾക്ക് 16 സീറ്റുകൾ കിട്ടിയപ്പോൾ 3 സീറ്റുകളാണ് ഹിന്ദു മഹാസഭയ്ക്ക് കിട്ടിയത്. ആ ധാരയുടെ തുടർച്ചയാണ് ഇന്ന് മുഖ്യധാരയായി ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ പ്രബലപ്പെട്ടത്. താങ്ക് യു.